വഴി അറിയാത്ത ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ മുൻപ് ആളുകൾക്ക് ആശങ്കയുണ്ടായിരുന്നു. എങ്ങനെ പോകും, ആരോട് ചോദിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ. എന്നാൽ ഇന്നിപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. വണ്ടിയിൽ കയറിയിരുന്ന് നേരെ GPS ഓൺ ചെയ്താൽ ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരുന്ന വഴിയിലൂടെ വണ്ടി ഓടിച്ചങ്ങ് പോയാൽ മതി. പക്ഷേ ഗൂഗിൾ മാപ്പിനെ അങ്ങനെ അങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട. കാട്ടിലും തോട്ടിലും മലയുടെ മുകളിലുമൊക്കെ ഗൂഗിൾ മാപ്പ് ചതിച്ചു കൊണ്ടുപോയി എത്തിച്ചവരുടെ എണ്ണം നിരവധിയാണ്. ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ച് മരണം വരെ സംഭവിച്ച കേസുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിനെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. നേരെ പോയി അടുത്ത ലെഫ്റ്റിലേക്ക് തിരിയുക എന്നൊക്കെ മാപ്പ് പറയുമ്പോൾ പന്തികേട് തോന്നുകയാണെങ്കിൽ വഴിയാത്രക്കാരോട് സ്ഥലത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നതിൽ തെറ്റില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും രാത്രി സമയങ്ങളിൽ വിജനമായ വഴികളിലൂടെ പോകുമ്പോഴും മാപ്പിനെ ആശ്രയിക്കാതെ നേരിട്ടുള്ള വഴികളിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരുന്ന ഇടവഴികളിലൂടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകുന്നത് ചിലപ്പോൾ വഴിയിൽ പെട്ടുപോകുന്നതിന് കാരണമായേക്കും. ഗതാഗത തടസ്സങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഗൂഗിൾ മാപ്പിലുള്ള കോൺട്രിബ്യൂട്ട് എന്ന ഓപ്ഷനിൽ കയറി അടുത്ത വിൻഡോയിൽ നിന്ന് എഡിറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ആൻഡ് ഓർ ഫിക്സ് റോഡ് എന്ന ഓപ്ഷനിൽ കയറി അവിടുത്തെ ഗതാഗത തടസ്സത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാം. അത് മറ്റ് യാത്രക്കാർക്കും പ്രയോജനം ചെയ്യും. മികച്ച നാവിഗേഷൻ ലഭിക്കാനായി ലൊക്കേഷൻ ഹൈ ആക്യുറസിയിൽ വെക്കാം. ഇങ്ങനെ ചെയ്യാനായി സെറ്റിംഗ്സിൽ പോയി ഗൂഗിൾ സെറ്റിംഗ്സ് തിരഞ്ഞെടുത്ത ശേഷം അഡ്വാൻസിൽ ടാപ്പ് ചെയ്യാം. പിന്നീട് വരുന്ന മെനുവിൽ ഗൂഗിൾ ലൊക്കേഷൻ ആക്യുറസി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഓൺ ആക്കി വെക്കാവുന്നതാണ്.